ഹലോ. അപ്പോൾ ദേ ഇന്ന് കോട്ടൂരിൽ നമ്മൾ ബോട്ടിങ്ങിന് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി ബോർഡുകളൊക്കെ കാണാൻ പറ്റും പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. റേറ്റ് വന്നിട്ട് എല്ലാവിടെയും ഏകദേശം സെയിം ആണ്. 3 ഹവേഴ്സിൻ്റെ ട്രിപ്പാണെങ്കിൽ ഏകദേശം ഒരു 40 യൂറോ ആണ് പെർ പേഴ്സൺ അവർ ചാർജ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ഹവേഴ്സ് 1 ഹവേഴ്സ് അങ്ങനെയുള്ള ബോട്ടിങ്ങും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെടുത്ത ഈ പാക്കേജിൽ ഒരു 5-6 സ്പോട്ട് അവർ കവർ ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ 2-3 മെയിൻ അട്രാക്ഷൻസ് നമുക്ക് അവർ നേരെ ഉള്ളിലൊക്കെ ചെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതേ ഇവിടെ ചെന്നപ്പോൾ ഒരാൾ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ അയാളാണ് ഈ ഞങ്ങളെടുത്ത ബോട്ടിങ്ങിൻ്റെ മെയിൻ ഓണർ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് എന്തെങ്കിലും റിഡക്ഷനൊക്കെ തരുമോയെന്ന് ചോദിച്ചപ്പോൾ അയാളൊരു 5 യൂറോ നമുക്ക് കുറച്ച് തന്നായിരുന്നു. അങ്ങനെ 35 യൂറോ പെർ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമുക്ക് എമൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി. പിന്നെ അതേ ഞങ്ങൾ ആ മെയിൻ കോട്ടൂർ ബേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ പോണ വഴികളെല്ലാം നല്ല മനോഹരമായ മൗണ്ടൻസും അതേപോലെ തന്നെ ചെറിയ ചെറിയ കടൽ തീരങ്ങളും എല്ലാം തന്നെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് ഒരു 10-15 മിനിറ്റോളം നടന്നിട്ട് വേണം ആ കോട്ടൂർ ബേയിലേക്ക് എത്താനായിട്ട്. അപ്പോൾ അദ്ദേഹം നമ്മൾ വഴിയൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അവിടെയും ഒരു ചെറിയ പാർക്കും പിന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കോട്ടൂർ ബേയുടെ തീരത്ത് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ ബോട്ടിലേക്ക് ഇത്ര പേര് വരും, ഒരു ബോട്ടിൽ ഇത്ര കപ്പാസിറ്റി എന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരുന്നായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മുടെ ബോട്ട് അങ്ങനെ റെഡിയായി പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ടർക്കിയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. അവർ നല്ല കമ്പനിയായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. ഇത് സബ്മറൈൻ ടണലാണ്. ഇത് വന്നിട്ട് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം യൂഗോസ്ലാവിയൻ ആർമി പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ സബ്മറൈൻ ടണൽ. അതായത് അവർ ആ സമയത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ നിന്നെല്ലാം സീക്രറ്റായിട്ട് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവർ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഇത്. ആർക്കും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒരു ഹിഡൻ ആക്കി ധാരാളം ഫേക്ക് റോക്സ് എല്ലാം വെച്ചിട്ടാണ് അവരിത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ അവിടെ നല്ല തണുപ്പായിരുന്നു. അതിൻ്റെ ഒരു കേവ് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ, മേലെ വന്നിട്ട് റോക്സൊക്കെ ഫോം ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കർവ് ഷേപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇത് വന്നിട്ട് ഒരു 100 മീറ്ററോളം വീതിയും ആഴം വന്നിട്ട് ഒരു 10 മീറ്ററും ആണ് ഇതിനുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങുവാണ്. അടുത്ത നെക്സ്റ്റ് സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ബോട്ടിൽ ഇങ്ങനെ പോകുമ്പോൾ നല്ല കാറ്റും അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല കുലുക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കപ്പിൾസ് അവർ നല്ല എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട്. ഇത് മാമുല ഐലൻഡാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു സർക്കുലർ ഷേപ്പ് രീതിയിലാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത്. 2ാം മഹായുദ്ധകാലത്ത് ഈ മാമുല ഐലൻഡ് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. അതായത് ധാരാളം തടവുകാരോടുള്ള പീഡനത്തിനും ക്രൂരതയ്ക്കും പേരുകേട്ടതായിരുന്നു ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് അന്നത്തെ കാലത്ത്. പക്ഷെ ഇപ്പോൾ അതൊരു ലക്ഷറി ഹോട്ടൽ ബീച്ച് റിസോർട്ടാക്കി അവർ മാറ്റിയിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഉള്ളിലേക്ക് പോയതിന് ശേഷം ഒരു ഗുഹയുടെ ഉള്ളിൽക്കൂടെ ബ്ലൂ കേവ് ആണിത്. ഈ ബ്ലൂ കേവിൻ്റെ ഉള്ളിലേക്ക് കിടക്കുവാണ്. ഇവിടുത്തെ കടലിൻ്റെ തിരമാലകൾ കൊണ്ട് രൂപീകൃതമായ ഒരു കേവാണ് ഇത്. ഇത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനത്തെ രൂപത്തിലേക്ക് എത്തിച്ചേർന്നത്. ഇതിൻ്റെ അകത്തൊക്കെ കയറുമ്പോൾ അത് നല്ല നീല കളറായിട്ടാണ് ആ ജലമൊക്കെ കിടന്നിരുന്നത്. ഇതിൻ്റെ അകത്ത് സൂര്യപ്രകാശത്തിൻ്റെ പ്രതിഫലനം കാരണം ഈ വെള്ളത്തിന് നല്ല നീല കളറായി കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ബ്ലൂ കേവ് എന്ന് പറയുന്നത്. ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ വേറെ കുറേ ടൂറിസ്റ്റും അവരുടെ ബോട്ടിങ് സ്പീഡ് ബോട്ടുകളൊക്കെ ആയിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അത്യാവശ്യം ഒരു 5-10 മിനിറ്റോളം നമുക്ക് അവിടെ എല്ലാ കാഴ്ചകളൊക്കെ കാണാൻ അവർ ബോട്ട് നിർത്തി തന്നിരുന്നു. നമുക്കിപ്പോൾ സ്വിം ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരതിനും സൗകര്യമൊക്കെ റെഡിയാക്കി തരും. അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ബോട്ടിൽ വരാം. അവരൊരു നല്ല സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് നിർത്തിത്തരും. കുറച്ച് ബോട്ടുകളിൽ സ്വിം ചെയ്യാനായിട്ട് റെഡിയായിട്ട് കുറേ ടൂറിസ്റ്റുകൾ ഞങ്ങൾ കണ്ടായിരുന്നു. ഈ ബ്ലൂ കേവിൻ്റെ അകത്തേക്ക് വരുന്ന വഴികളെല്ലാം തന്നെ നല്ല ഫോഴ്സുള്ള തിരമാലകളായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് പോയ സ്പോട്ടിൽ അത്രയ്ക്കും തിരമാല അങ്ങോട്ട് ആയിട്ട് വന്നിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ ഈ കേവിൻ്റെ ഇവിടേക്ക് തിരിഞ്ഞ ആ റൂട്ട് തൊട്ട് നല്ല ഫോഴ്സിലായിരുന്നു തിരമാലകൾ. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടൊക്കെ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പിന്നെ ജാക്കറ്റും എല്ലാം എടുത്ത് ഇടാൻ തുടങ്ങി. നമുക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജാക്കറ്റും കാര്യങ്ങളെല്ലാം അവർ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് അടുത്ത സ്പോട്ടായ ലേഡി ഓഫ് റോക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പോകുന്ന ഈ വഴിയിലായിട്ട് വേറെ ഒരു ചെറിയ ഒരു ഐലൻഡ് നമുക്ക് നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന ആൾ കാണിച്ചു തന്നായിരുന്നു. ഇത് സെൻറ്റ് ജോർജ് ഐലൻഡ് ആണ്. ഇതിന് ധാരാളം സെഞ്ച്വറീസിൻ്റെ പഴക്കമുള്ളൊരു ചെറിയ ഐലൻഡിലൊന്നാണിത്. ഇവിടെ നല്ല പഴക്കമുള്ള മൊനാസ്ട്രി, അതുപോലെ തന്നെ സെമിട്രി, പിന്നെ നല്ല ഉയരത്തിലുള്ള സൈപ്രസ് ട്രീസൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ആ ഐലൻഡിലേക്കൊന്നും നമ്മളെ ഈ ബോട്ടിൽ നിന്ന് നമുക്ക് നേരിട്ട് പ്രവേശനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിത് ലേഡി ഓഫ് റോക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഐലൻഡിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു ഏകദേശം 600ഓളം വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് മീൻപിടുത്തക്കാർ ഇവിടെ ഇതുവഴി പോയപ്പോൾ അവിടെ ഒരു പാറക്കെട്ടിൽ ഒരു വിർജിൻ മേരിയുടെ പിക്ചർ അവർ കണ്ടു. അവർ അതെടുത്ത് പെറാസ്റ്റ് എന്ന നഗരത്തിൽ ഒരു പള്ളിയിൽ കൊണ്ടുവച്ചു. പക്ഷേ കുറച്ച് 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിൽ നിന്ന് ഈ ഫോട്ടോ മിസ്സാവുകയും ആ മീൻപിടുത്തക്കാർ വീണ്ടും ഈ റൂട്ടിലൂടെ പോയപ്പോൾ ആ പാറക്കെട്ടിൽ തന്നെ ആ വിർജിൻ മേരിയുടെ ആ ചിത്രം ഇരിക്കുന്നത് അവർ കണ്ടു. പിന്നീട് അവർക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഈ വിർജിൻ മേരി ഇവിടെ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ അവർ ഓരോ പ്രാവശ്യം മീൻപിടുത്തത്തിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഓരോ പാറക്കെട്ടുകളും കല്ലുകളും എല്ലാമായി വന്ന് ഇവിടെ പതുക്കെ ഒരു പള്ളി, അതേപോലെ ഇങ്ങനെ ഒരു ഐലൻഡ് അവർ രൂപീകരിച്ച് എടുക്കുകയായിരുന്നു.
പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊരു വിശ്വാസം കൂടിയുണ്ട്. ഇവിടുത്തെ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൂറിസ്റ്റുകൾ മെയിൻലി വന്ന് അവരുടെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും കണ്ട് പോകുന്നല്ലാണ്ട് അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷേ ഇവിടുത്തെ ഈ വില്ലേജേഴ്സും ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ മെയിൻലി വന്നത് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരിവിടെ വന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നത് പതിവായിരുന്നു. അപ്പോൾ ഞങ്ങളും ഈ പള്ളിയുടെ അകത്തേക്ക് കയറി. ഈ പള്ളിയുടെ അകത്ത് നല്ലൊരു ആർക്കിടെക്ചർ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നല്ല രീതിയിലുള്ള എന്താ പറയുക, പിക്ചേഴ്സും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ല ഭംഗിയുള്ളൊരു പള്ളി തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ അവിടുത്തെ സമയമെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നത് പെരാസ്റ്റ് എന്ന ഒരു നഗരത്തിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ തീരത്തേക്ക് നമുക്ക് ആ ടൗണിൻ്റെ കാഴ്ചകളും പലതരത്തിലുള്ള കെട്ടിടങ്ങളും ആ മലകളും എല്ലാം കാണാൻ പറ്റുമായിരുന്നു. ധാരാളം പഴക്കങ്ങളോട് കൂടിയ ഒരു നഗരം തന്നെയാണിത്. ഇവർ നല്ല രീതിയിൽ തന്നെയാണ് ഇതും പ്രിസർവ് ചെയ്ത് വെച്ച് കൊണ്ടുപോകുന്നത്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകളാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ തീരങ്ങളിലെല്ലാം നല്ല നല്ല ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും എല്ലാം തന്നെ കാണാൻ പറ്റുമായിരുന്നു. അവിടെ അങ്ങനെ ഒരു 10 minutes ഒക്കെ ചിലവതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും ബോട്ടിലേക്ക് എത്തി. അങ്ങനെ ഫൈനലി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം തന്നെയായിരുന്നു ഇങ്ങനൊരു ബോട്ട് യാത്രയും കാഴ്ചകളും എല്ലാം തന്നെ. അങ്ങനെ ഓൾഡ് ടൗണിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം പോഡ്ഗോറിക്കയിലേക്ക് പോയി. പോഡ്ഗോറിക്കയാണ് നമ്മുടെ മോണ്ടിനീഗ്രോൻ്റെ ക്യാപിറ്റലായിട്ട് വരുന്നത്. എല്ലാവരും പറഞ്ഞു പോഡ്ഗോറിക്കയിൽ കാണാനൊന്നുമില്ലാന്ന്. പക്ഷെ എന്തായാലും വേണ്ടില്ല, ക്യാപിറ്റൽ സിറ്റി കൂടി. അങ്ങനെ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് എയർപോർട്ടിൽ പോകാനും നല്ല എളുപ്പമായിരിക്കും. അങ്ങനെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തു. ഈ ട്രിപ്പിലെ ഏറ്റവും അഫോർഡബിളും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്പാർട്ട്മെൻറ്റിലൊന്നായിരുന്നു ഇത്. 28 euro നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റിനായിട്ടുണ്ടായുള്ളൂ. എല്ലാ അപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കിയാലും ഏറ്റവും വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് കൂടിയായിരുന്നു ഇത്. ഇവിടെ ആയാലും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഫുഡ് വാങ്ങിയിട്ട് കുക്ക് ചെയ്യാനും ആ ഒരു ചെറിയൊരു കിച്ചണും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ഞാൻ ഇതാ ജസ്റ്റ് ഒരു അപ്പാർട്ട്മെൻറ്റ് ടൂർ പോലെ കാണിക്കുന്നുണ്ട്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് നമുക്ക് നമ്മൾ Airbnb വഴിയാണ് ഇതെല്ലാം ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്ന് നല്ല മഴയായിരുന്നു. ഞങ്ങൾ നൈറ്റായി ഇവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വിശന്നിട്ടും വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ്. വേറെ കാഴ്ചകൾ കാണാനോ ഒന്നിനും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. മഴ കാരണം എങ്ങോട്ടും പോകാനും പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ഒരു കുടയൊക്കെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് തന്നെ കാഴ്ചകൾ കാണാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ആ ഒരു വിചാരം വല്ലാത്തൊരു ഇതായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ അധികം ഒരു 20 മിനിറ്റോളം നടന്നിട്ടും ഹോട്ടൽസും ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റും നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ റോഡിലൊന്നും വണ്ടികളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഇവിടെ എന്തോ ഒരു സ്പോട്ട് ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി.
അപ്പോൾ അവിടെ അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും ഒരു നല്ല ഭംഗിയിലുള്ളൊരു റിവർ സൈഡ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു വലിയൊരു ഹോട്ടലും, പോഡ്ഗോറിക്ക സിറ്റിയുടെ മെയിൻ ഹോട്ടലാണ് തോന്നുന്നു. ആ ഒരു ഹോട്ടലും അവിടെ ഒരു മെയിൻ അട്രാക്ഷനായിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളതാ വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഏകദേശം ഒരു ഹാഫ് ആൻ അവറിന് ശേഷം ആ ഒരു ഹോട്ടൽ ഞങ്ങൾ കണ്ടായിരുന്നു. ഏതായാലും ഇനി മുന്നോട്ട് നടന്നാൽ നമുക്ക് വേറെ ഒന്നും ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ കയറിയായിരുന്നു. അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ നമുക്ക് ലൈവ് ഫിഷസും കാര്യങ്ങളൊക്കെ സീ ഫുഡ് മെയിനായിട്ട് അവർ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഡെസേർട്ട്സ്, ഇവിടെ കുറേ ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ ആ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനവിടെ നടന്ന് അവിടുത്തെ ഈ ഡ്രസ്സസും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നു. ഈ ഹോട്ടലിൽ വന്നപ്പോഴാണ് ലാംഗ്വേജിൻ്റെ ഒരു പ്രോബ്ലം ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഇവിടെ ആർക്കും തന്നെ ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് ഒരു ലേഡിക്ക് അത് കുറച്ചേശ് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായത് നമുക്ക് മെനു പോലും അവരുടെ ലാംഗ്വേജിലായിരുന്നു. അവർ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫുഡ് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റിയത്. ഞങ്ങൾ എന്തോ 2 ഫുഡൊക്കെ ഓർഡർ ചെയ്തു. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ ചീസസൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു, നേരെ ഉറങ്ങി. പിന്നെ മോർണിംഗ് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നേരെ എയർപോർട്ടിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഇമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഈ പോഡ്ഗോറിക്ക വളരെ ചെറിയ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലൈറ്റും വലിയ ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു. ഞങ്ങൾ വന്ന ടൈം നല്ല സണ്ണി ആയിരുന്നു. പിന്നെ അത് പോകാറായപ്പോഴേക്കും നല്ല മഴയായി. പിന്നെ വെതർ നോക്കിയപ്പോഴാണ് ഞങ്ങളുടെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ സണ്ണി എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ടൈമിൽ സണ്ണി വെതറായി കിട്ടിയത്. അല്ലാതെ നമ്മൾ കുറച്ചും കൂടി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടാണ്. നല്ല മഴയായിരുന്നു അവിടെയൊക്കെ. അപ്പം ഞങ്ങളുടെ മോണ്ടെനീഗ്രൻ ട്രിപ്പ് ഇവിടെ കഴിയുകയാണ്. എന്തായാലും നല്ല ഒരു ട്രിപ്പായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്. അപ്പോൾ അതെല്ലാം ആസ്വദിച്ചു. ഞങ്ങൾ നേരെ തിരിച്ച് UK വന്നുകൊണ്ടിരിക്കുകയാണ്.